രാഹുൽ വിഷയത്തിൽ പത്തനംതിട്ട ജില്ലയിലെ കാര്യങ്ങൾ അറിയാൻ എ.വി. ജയശങ്കർ കൂടി നമുക്ക് പത്തനംതിട്ടയിൽ ചേരുകയാണ്. പറയൂ ജയശങ്കർ. അതായത് SKN ഈ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളുടെ താല്പര്യം. അത് ഉടൻ തന്നെ KPCC നേതൃത്വം ജില്ലാ നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇക്കാര്യത്തിൽ ഇന്ന് KPCCയുടെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. AICC നേതൃത്വത്തിന് ഉൾപ്പെടെ പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സംസ്ഥാന നേതൃത്വം കടക്കുക എന്ന് മനസ്സിലാക്കുന്നു. കാരണം നിരന്തരമായ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിക്കുന്ന സാഹചര്യത്തിൽ അത് പാർട്ടി ഗൗരവത്തോടെ കാണുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ആക്ഷേപം വരുമ്പോൾ അത് പ്രവർത്തകരുടെ മനോവീര്യത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നൊരു വിലയിരുത്തൽ സംസ്ഥാനത്ത് ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. കെ മുരളീധരൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ KPCC നേതൃത്വത്തെ പ്രസിഡന്റിന് തന്നെ ഇതിൽ അഭിപ്രായം ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും അടൂർ കേന്ദ്രീകരിച്ച് ഈ SIT സംഘത്തിന്റെ ഒരു പരിശോധനയും തുടരുന്നുണ്ട്. രഹസ്യമായി SIT സംഘം അടൂരിലെ രാഹുലിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഉൾപ്പെടെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പുതിയൊരു ലൈംഗികാക്ഷേപ പരാതി കൂടി KPCCക്ക് ലഭിച്ചിരുന്നു. ഈ പരാതി സംസ്ഥാന പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി പരാതി പരിശോധിച്ച മേൽ നടപടികൾ ഇന്ന് തന്നെ കൈക്കൊള്ളുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് രാഹുലിനെ സംബന്ധിച്ചും നിർണായക ദിവസമാണ്. ഈ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും. കാരണം പോലീസിന്റെ റാഡറിൽ രാഹുൽ ഇതിനോടകം തന്നെ ഉണ്ട് എന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ജാമ്യമില്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഇന്ന് ജാമ്യമില്ലെങ്കിൽ പാർട്ടി അംഗത്വത്തിന്റെ കാര്യത്തിലും അതിന്റെ അംഗത്വം റദ്ദാക്കുന്ന കാര്യത്തിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലും ഇന്നൊരു പക്ഷേ തീരുമാനം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ നിർണായകമായ കൂടിയാലോചനകൾ രാവിലെ നടത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്ത് R. ശ്രീജിത്ത് കൂടി ചേരുന്നു. ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ശ്രീജിത്ത് പരിശോധിക്കും. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. SKN തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടിക്കടി പരാതികൾ ഉണ്ടാകുന്നത്. ഇത് കോൺഗ്രസിനും UDFിനും അവരുടെ രാഷ്ട്രീയ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. കോൺഗ്രസും UDFും ഉന്നയിക്കുന്ന വിഷയങ്ങളെ പിന്തള്ളി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി പ്രചരണരംഗം കൈയടക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നത്. ഇതിനിടെ രാഹുൽ ഒളിവിൽ പോയതുകൂടി മുന്നണിക്കും പാർട്ടിക്കും തിരിച്ചടിയാണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടിയന്തരമായി നടപടി സ്വീകരിച്ച് പാർട്ടിയുടെ ബാധ്യതയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസിൽ ഉയരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കം ഇന്നലെയും പുതിയ പരാതിയുമായി വന്ന പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിൽ ഉന്നയിക്കുന്നത്. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അത് പരസ്യമായി തന്നെ പങ്കുവെച്ചു കഴിഞ്ഞു. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാടാണ് അറിയാനുള്ളത്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇപ്പോൾ രാഹുലിനെതിരെ ഉണ്ടായിരിക്കുന്ന പരാതികൾ അടിക്കടി ഉണ്ടാകുന്ന പരാതികൾ മുന്നണിക്കും കോൺഗ്രസിനും തലവേദനയായി മാറിയിരിക്കുന്നെന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.